കോതമംഗലത്തെ ലവ് ജിഹാദിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബി.ജെ.പി. ഐ.ടി സെൽ മേധാവി അമിത് മാളവ്യ. ലവ് ജിഹാദിനെ കഥ മാത്രമെന്ന് മുഖ്യമന്ത്രിക്ക് ഇനിയും വിശേഷിപ്പിക്കാനാകുമോ എന്നും അമിത് മാളവ്യ ചോദിച്ചു. കോതമംഗലത്ത് നടന്നത് സിനിമാ കഥ അല്ല എന്നും ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഇപ്പോൾ ഈ വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർന്നു വരികയാണ്. ഇപ്പോൾ ബി.ജെ.പി. ഐ.ടി സെൽ മേധാവി ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അമിത് മാളവ്യ പറയുന്നത് ഇനിയും ഇതൊരു കെട്ടുകഥയാണ് എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവം ഇപ്പോൾ ദേശീയ തലത്തിലും വലിയ രീതിയിലുള്ള ചർച്ചയാകുകയാണ്. നേരത്തെ തന്നെ കേരളത്തിലെ ലവ് ജിഹാദ് ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അതായത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് ലവ് ജിഹാദ് എന്നുള്ളത്. പ്രത്യേകിച്ചും മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം ലവ് ജിഹാദ് നടക്കുന്നില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് എന്നുള്ളത് ഈ തെളിവുകൾ സഹിതം നിരത്തിയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത്. 23-കാരിയുടെ ആത്മഹത്യയെ തുടർന്നാണ് ഇത് വീണ്ടും ദേശീയ തലത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ ഐ.ടി സെൽ മേധാവി അമിത് മാളവ്യ മുഖ്യമന്ത്രിയോട് ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ ലവ് ജിഹാദ് എന്നുള്ളത് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നുള്ളതാണ്. ഈ 23-കാരിയുടെ ആത്മഹത്യ ഈ കോതമംഗലത്ത് നടന്ന ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് ഇത് കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഇത് വെറും കഥകൾ മാത്രമാണ് ലവ് ജിഹാദ് എന്ന് പറയാനാകുമോ എന്നുള്ളതാണ് പ്രധാനമായും അമിത് മാളവ്യ ചോദിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ നടന്നത് ഒരു സിനിമാ കഥയല്ല, മറിച്ച് യഥാർത്ഥ ലവ് ജിഹാദ് തന്നെയാണ് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളതാണ് അമിത് മാളവ്യ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണമെന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ കേരള സ്റ്റോറിയുടെ സംവിധായകനടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഇത് ലവ് ജിഹാദ് തന്നെയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ വിദ്യാസമ്പന്നരായ സമൂഹം ഈ കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദ് മതപരിവർത്തനം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചോദിച്ചത്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഈ 23-കാരിയുടെ ആത്മഹത്യ വീണ്ടും ചർച്ചയാവുമ്പോൾ ഒരിക്കൽ കൂടി ലവ് ജിഹാദ് വീണ്ടും ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി.